ഇതിപ്പോ എവിടുന്ന? അയ്യോ അമ്മ മിണ്ടാണ്ടിരിക്കും. മാളൂട്ടി അമ്മ കാണാതിരിക്കട്ടെ. അമ്മ എങ്ങോട്ട് പോകുന്നേ? എന്താ ഇവിടെ ശബ്ദം കേട്ടെ? നീ ഇപ്പോൾ ഇവിടുന്ന് പോയില്ലേടി? അമ്മേ ഞാൻ പോവാൻ ഇറങ്ങിയായിരുന്നു, അപ്പോഴിത് മേലെന്ന് ഇങ്ങോട്ട് വീണത്. അയ്യോ രക്ഷപ്പെട്ടേക്കാം. ആഹാ, മേളിൽ ഇത് എങ്ങനെ താഴേക്ക് വരാനാ? അല്ല പിന്നെ സത്യം പറഞ്ഞോ, നീ ഇവിടുന്ന് പോകുന്നത് എനിക്കിട്ട് പണി തരാൻ വേണ്ടിക്കല്ലേ നീ എന്റെ ഡ്രസ്സുകൾ മാത്രമുള്ള ഈ ബക്കറ്റ് ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞത്? അല്ലമ്മേ, അതൊന്നും അല്ല. പിന്നെ എന്താണ് നീ പറയുന്നേ? പോകുന്നെങ്കിൽ അങ്ങ് പോണം, അല്ലാണ്ട് എനിക്കിട്ട് പണി തന്നിട്ട് പോവല്ലേ വേണ്ടത്, കേട്ടോ? അല്ല പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലമ്മേ. ഞാൻ ഇവിടുന്ന് പോവല്ലേ ചെയ്തത്? നിങ്ങൾക്കൊക്കെ ഞാൻ ഇല്ലാത്തപ്പോൾ എന്റെ വില മനസ്സിലാവോ? ഞാൻ ഇവിടുന്ന് പോവല്ലേ ചെയ്തത്. അമ്മ എന്തിനാ അതിന് കുറ്റം കണ്ടുപിടിക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോവല്ലേ? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. പഠിച്ച കളിയാ നീ. അമ്മേ, എന്താ ഇവിടെ അമ്മന്ന് മരുവോളും കൂടി ഭയങ്കര വഴക്കം തോന്നുന്നു. എന്നാ സൗന്ദര്യപ്പണി കാണുപോയി? അത് പിന്നെ ഒന്നുമില്ല. എന്താ താമരെ എങ്ങോട്ടാ പോകുന്നേ? ബാഗൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അത് പിന്നെ താമരയോട് ഞാനേ ഇവിടെ അലക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ അവള് എന്റെ അലക്കാനുള്ളതും അവളുടെ അലക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് വന്നതാ. അപ്പൊ അവൾക്ക് കുറെ അലക്കാനുണ്ട്, അപ്പൊ അവളത് പെട്ടിയിലാക്കി കൊണ്ടുവന്നതാ. ഞാൻ വിചാരിച്ച വയറ്റുണ്ടാക്കി തണിഞ്ഞു പോവാനെന്ന്. അങ്ങനെയൊന്നുമില്ല. ഞാനും കണ്ടപ്പോ അങ്ങനെ തന്നെ വിചാരിച്ചേ. എവിടെ മൂത്താള്? അമ്മൂമ്മേ ആ, എല്ലാരും ആയല്ലോ. വാ, അകത്തേക്ക് വാ. വാ വാ, എന്റെ മക്കളെല്ലാരും വാ. അവിടുത്തെ വിശേഷമൊക്കെ എന്താടി പിന്നെ? ആ, ചേട്ടനെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് ദൂരെ സ്ഥലം വരെ പോയിരിക്കാം. ഇനിയിപ്പൊ അത് കഴിഞ്ഞ് വരും വരെ ഇവിടെ നിൽക്കാൻ വിചാരിച്ച്. അത് നല്ലതാ. എന്നാ എനിക്കൊരു കൂട്ടായി. വാന്നകത്തേക്ക്. എന്നെ നോക്കി നിൽക്കുന്നേ, അകത്തേക്ക് കേറ്. ആ, ചേച്ചി പോകുന്നില്ല അകത്തേക്ക്? ഞാൻ പോയിട്ട് എനിക്ക് ഇവിടുന്ന് പോവാനാണോടി? അത് പിന്നെ എനിക്ക് മനസ്സിലായടി, നീ ഇവിടെ ഇറങ്ങി പോകാൻ നിൽക്കായിരുന്നു. പിന്നെ ചേച്ചി, എനിക്കറിയാടി അമ്മയുടെ സ്വഭാവം, നിന്നോടുള്ള അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം. പിന്നെ അമ്മയ്ക്കറിയാം നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും എനിക്കിഷ്ടമില്ലാന്ന്. അതുകൊണ്ടാ ഞാൻ വന്നപ്പോ അമ്മ അഭിനയിച്ചെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ എന്റെ മുന്നില് നീയുമായി കുഴപ്പമില്ലാത്ത പോലെ അഭിനയിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് പിന്നെ ചേച്ചി, എനിക്ക് ഇനിയും സഹിക്കാൻ വയ്യ. ഏട്ടനും എന്റെ നേർക്ക് ഇങ്ങനെ. ചേച്ചിക്ക് അറിയില്ലേ എത്ര കാലമായി ഞാൻ ഇവിടെ ഇതൊക്കെ സഹിച്ച്. ചേച്ചിക്കറിയാം, ഞാൻ എന്റെ മോളെ കൊണ്ട് കൈക്കുഞ്ഞായിരിക്കും ഇങ്ങോട്ട് വന്നതാ. അന്ന് തൊട്ട് ഇവിടെ ഞാൻ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ ഒരു ജോലിയും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഏട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ മോളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്റെ മോളെ ഞാൻ നോക്കില്ലെന്നോ? ഞാൻ അങ്ങനെ ചെയ്യാ ചേച്ചി? എല്ലാം എനിക്കറിയാടാ. ഇനി ഞാനില്ലടെ കുറച്ച് ദിവസം ഇവിടെ. നീ പേടിക്കണ്ട. നീ ഇപ്പൊ ഒരു തീരുമാനം എടുത്ത് ഇവിടുന്ന് പോയാ നമ്മുടെ മാളൂട്ടിക്കല്ലേ അതിന്റെ കഷ്ടപ്പാടുണ്ടാകുക. എനിക്കറിയില്ലേ മാളൂട്ടി അമ്മയ്ക്ക് തീരെ പറ്റില്ലാന്ന്. നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മാളൂട്ടിയെ കുറിച്ച്? മാളൂട്ടിയെ അമ്മ എന്തൊക്കെ ചെയ്യും നീ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ? അതെ, അത് ശരിയാ മോളെ. നീ ഇപ്പൊ മാളൂട്ടി ഇവിടെ ഇട്ട് പോയാ നിനക്ക് തന്നെ ആയിരിക്കും എന്തിനും നഷ്ടം. നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്റെ മോളെ ആയിരിക്കും കേട്ടോ. നീ ഇവിടുന്ന് പോയാലേ നിന്റെ സ്ഥാനത്തേക്ക് അമ്മ ബാനുവിനെ വിളിച്ചു വരുത്തും. പിന്നെ നിനക്ക് നിന്റെ മോളെ കാണാൻ പോലും കിട്ടില്ല. ഇപ്പൊ നീ എന്ത് തീരുമാനിക്കുന്നു? പോകുന്നു അത് ഇവിടെ നിൽക്കുന്നു? ഞാൻ പോകുന്നില്ല. എന്നാ വന്നേ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് ചായ ഇട്ട് കുടിക്കാം രണ്ടുപേർക്ക്. ഓക്കെ? എത്ര നാളായി എന്റെ മക്കളെ കണ്ടിട്ട്? നമ്മൾ കണ്ടിട്ട് ഒരു വർഷത്തോളം ആയില്ല അച്ഛമ്മേ. ആ, നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ കൂടെ ജോലി സ്ഥലത്ത് പോയതല്ലേ. പിന്നെ ഈ അമ്മൂമ്മയൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ അമ്മമ്മയൊക്കെ മറന്നിരുന്നു. അമ്മമ്മയുടെ മുഖം കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മമ്മയുടെ കുഞ്ഞുസെ നന്നായിട്ട് നുണ പറയുന്നുണ്ടല്ലോ. നോനൊന്നല്ല, സത്യാ പറഞ്ഞേ. ഭയങ്കര സന്തോഷമായിരുന്നു തിരുമോണ്ട് കാണാത്തോണ്ട്. ഓ, എന്താ കാവ്യമോക്കും അങ്ങനെ തന്നെയാണോ? അങ്ങനെയൊന്നല്ല, എനിക്ക് അച്ഛമ്മ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അച്ഛമ്മയുടെ കുട്ടിക്കിടക്കെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓ, എന്റെ കൊച്ചു വായാല് വലിയ വർത്താനല്ലോ. അമ്മമ്മയെ കണ്ടില്ല, അപ്പഴേ അവള് തുടങ്ങി. എന്റെ അമ്മൂമ്മ അതിനിങ്ങനെ അമ്മൂമ്മ തലാട്ട് നിൽക്കണം. ഇവക്ക് പാതി വട്ടാ. മറ്റേ ചേച്ചിക്കും അമ്മമ്മയ്ക്കാ. അമ്മമ്മേ മാളുട്ടി എവിടെ? എന്തിനാ നിനക്ക് അവളെ കാണുന്നേ? അവൾക്ക് പിന്നെ കണ്ടൂടെ? അവിടെ അമ്മമ്മ മാളുട്ടി. നിന്നെ പാറ എങ്ങോട്ട് വിളിച്ചേ? അതിനെ അത്തമ്മ വിളിക്കില്ലല്ലോ. ഞാന് വരും. മാളുട്ടി ഇപ്പൊ മാളുട്ടി സംസാരിക്കാൻ തുടങ്ങിയോ? നിൽക്കുന്നുണ്ടല്ലോ. മാളുട്ടി സന്തോഷം മുന്നേ നക്കാണ് തുടങ്ങിയോ? എപ്പോഴും നക്കുക, എപ്പോഴേലൊക്കെ നക്കൂ. ഇപ്പൊ ഞാന് കുഞ്ഞുട്ടിനെ കണ്ടപ്പോ നന്ന് വന്നതാ. നന്നായിട്ട് സംസാരിക്കണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ നീ ഒന്നും വേണ്ടിയല്ലോ. ഓഹോ, നിങ്ങളപ്പോ വിളിയും സൊറയൊക്കെ ഉണ്ടല്ലേ? പിന്നെ അതൊക്കെ ഇല്ലാതെ ഉണ്ടോന്നോ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കാണാം. എന്തിനെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് കാണാം. നീയും സംസാരിക്കാറുണ്ടോ മോളെ ഇവളോട്? ഓ, ചിലപ്പോഴൊക്കെ. അമ്മൂമ്മയുടെ കുഞ്ഞ് അവളോട് സംസാരിക്കരുത് കേട്ടോ. അമ്മൂമ്മ പലതും പറയും, അത് നീ നോക്കണ്ട. അമ്മൂമ്മക്ക് ഇത്തിരി വട്ടുണ്ടെന്ന് മലച്ചിന് അറിയാം. നീ കൊള്ളാലോ മലസെ. എനിക്ക് മലസിന് റൂം കാണിച്ചതാ. കാണിച്ചല്ലോ. കുഞ്ഞുമോളെ, മുത്തശ്ശിയുടെ റൂമിലേക്ക് വാ. നീ അവളുടെ റൂമിലേക്കൊന്നും പോണ്ട, അവിടെ ഒന്നും വൃത്തി ഉണ്ടാവില്ല. അതെ, ഞാനേ മളുടിന്റെ റൂമിൽ കാണാനാ പോന്നെ, അല്ലാതെ അവിടുത്തെ വൃത്തിമട്ട് നോക്കാനല്ല.
പൊന്നൂറ്റി ചേച്ചി എപ്പോഴാ വന്നേ? അതൊക്കെ ഇപ്പൊ നീ എന്തിനാ അറിയുന്നേ? ദേ കൊച്ചെ, മിണ്ടാന്നങ്ങ് അകത്ത് പോയിരി. ഞാൻ എന്റെ കൊച്ചിനോട് കുറച്ചു നേരം വർത്താനം പറയട്ടെ. എല്ലാവരും ശല്യമായി വന്നോളൂ. എനിക്കും ചേച്ചിമാരോട് സംസാരിക്കണം. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നീ ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടല്ലേ ഇരിക്കാറെ. ഓരോ കുരുത്തക്കേട് ഒപ്പിച്ച് എന്റെ പിന്നാലെ ഇങ്ങനെ നടന്നോളൂ. ഞാൻ കുഞ്ഞോട്ടി ചേച്ചിനോട് കൊച്ചിനേര് സംസാരിച്ചോട്ടെ. മലട്ടി, നമുക്ക് സംസാരിക്കാം. ആ വട്ടിലെ മുത്തശ്ശി എന്താന്ന് വെച്ചോണ്ട് പറയട്ടെ. മലട്ടിയുടെ റൂം കാണിച്ചതാ. മോള് വാ, നമുക്ക് നമ്മുടെ റൂമിൽ പോയി സംസാരിക്കാം. ഇവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. കുഞ്ഞൂസ് മോളെ, നീ വരുന്നുണ്ടോ? മുത്തശ്ശി പഴയ ആൽബം ഒക്കെ കാണിച്ചാലോ? ആ പിന്നെ, നൂറ്റൻപേട്ടം കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണണ്ട. മാനസിന്റെ റൂമിൽ പോവാൻ നമുക്ക്. കുഞ്ഞൂസേ, നീ അവളുമായി കൂട്ടുകൂടണ്ട. അവൾ അത്ര നല്ല കുട്ടിയൊന്നും അല്ല. കുറെ കാലത്തിന് ശേഷം ഈ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ നീ അവളുടെ കൂടെ കളിക്കാണോ? ഓ പിന്നെ, മുത്തശ്ശിയുടെ കൂടെ ആരെ കളിക്കല്? എന്താ മുത്തശ്ശിന്റെ വിചാരം? കുഞ്ഞു കുട്ടിയാണോ? കണ്ടില്ലേ, മുടിയൊക്കെ വെള്ള കളറായിരിക്കുന്നത്. ഇന്നിപ്പോ കുട്ടികളുടെ കൂടെ കളിക്കാൻ നിൽക്കണം മുത്തശ്ശി. എങ്ങോട്ടാ പോകുന്നുണ്ടായിരുന്ന മാളത്തിയെ കൂട്ടാതെ? അത് പിന്നെ